അങ്ങനെ എമ്പുരാൻ എന്ന സിനിമയുടെ വിവാദമെല്ലാം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് വളരെ സൈലൻ്റായിട്ട് കന്നഡയിൽ നിന്ന് ഒരു ടീസർ ഇന്നലെ റിലീസാവുകയുണ്ടായിരുന്നു. 45 എന്നാണ് സിനിമയുടെ പേരിട്ടിരിക്കുന്നത്. ഇനിയും വിശേഷപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ സ്വന്തം ഉപേന്ദ്ര അണ്ണനാണ്, റിയൽ സ്റ്റാർ ഉപേന്ദ്ര അണ്ണൻ. പിന്നീട് നമ്മുടെ സ്വന്തം ശിവരാജ് കുമാർ. പിന്നീട് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പരിചിതനായ രാജ്വി ഷെട്ടി. ഈ 3 പേരുമാണ് സിനിമയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീസർ ലോഞ്ച് ഇവൻറ്റിൽ ശിവരാജ് കുമാറിനോട് ചോദിക്കുന്നുണ്ട് 45-ൻ്റെ അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നതെന്ന്. അവൻ പുള്ളിങ്ങനെ തമാശ ആയിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ 4-5 മിനിറ്റ് കൊണ്ട് കഥ പറഞ്ഞു, അതുകൊണ്ടായിരിക്കാം 45 ഇട്ടത്. അല്ലെങ്കിൽ 4 മുതൽ 5 സെക്കൻഡിനിടയ്ക്ക് ലോകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ, അല്ലെങ്കിൽ 4 മുതൽ 5 മണിക്കൂറിനിടയ്ക്ക് എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളിങ്ങനെ അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു പിടിതരാത്ത രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഈ 3 കഥാപാത്രങ്ങളെയും ഒരു ടീസറിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും 3 പേർക്കും ഒരു 3 വ്യത്യസ്ത കളർ ടോണുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം, തലച്ചോറ്, ആത്മാവ്, ഈ 3 കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്നാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ടീസർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോഴത്തേക്കും ഇതൊരു ടിപ്പിക്കൽ ഉപേന്ദ്ര സംഭവമാണോ എന്ന് സംശയം ഉളവാക്കുന്ന രീതിയിലാണ് ആദ്യത്തെ ചെറിയൊരു പോർഷനൊക്കെ കടന്നു പോകുന്നത്. പിന്നീട് ഈ 3 താരങ്ങളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഉള്ള ഒരു മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഓം എന്നൊരു സിനിമയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടി 550-ലേറെ തവണ റിലീസ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്, കന്നഡ സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉപേന്ദ്ര അണ്ണനും അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശിവരാജ് കുമാറുമാണ്. അപ്പം ആ സിനിമയിൽ ഒരു ഐ ലവ് യു, യു മസ്റ്റ് ലവ് മീ എന്നുള്ളൊരു ഒരു പോർഷനുണ്ട്, ഒരു പാട്ടിൻ്റെ ഒരു പോർഷൻ. അപ്പം അതിൻ്റെ സെയിം മ്യൂസിക് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ടീസറിനകത്ത് അവർ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ലിറിക്സ് കുറച്ച് വ്യത്യാസമുണ്ട്. ഐ വിൽ കിൽ യു, യു മസ്റ്റ് സേവ് മീ എന്നതുപോലെയാണ്. കാരണം വ്യക്തമല്ല, എനിക്കിങ്ങനെയാണ് കേട്ടത്. ഇനിയിപ്പം അത് വ്യക്തമായി കേട്ടവരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ വിശദീകരിക്കാം ശരിക്കും എന്താണെന്നുള്ളത്. അതിനുശേഷം ഉപേന്ദ്രയും ശിവരാജ് കുമാറിൻ്റെയും ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഉപേന്ദ്ര അണ്ണൻ പറയുന്നുണ്ട്, ഞാനാണ് ഓം എന്ന സിനിമയുടെ സംവിധായകൻ. അതിൻ്റെ മറുപടിയായിട്ട് ശിവരാജ് കുമാർ പറയുന്നത്, അതൊക്കെ എനിക്കും അറിയാം, പക്ഷേ ഞാനാണ് ഹീറോ. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് എക്സ്ചേഞ്ചാണ് ആ ഒരു സീനിലൂടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം വരുന്ന ഒരു സീക്വൻസ് കൂടെ ഉണ്ട്, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ആകെ മൊത്തം എന്തൊക്കെയോ സംഭവങ്ങൾ അതിൻ്റെ കൂടെ തന്നെ രാജ്വി ഷെട്ടിയെ ഉൾപ്പെടുന്ന സീനുകളും കാണിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഇവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത കന്നഡ സംഗീത സംവിധായകനായ അർജുൻ ജന്യ എന്ന വ്യക്തിയാണ്. അപ്പോൾ സിനിമ റിലീസാവുന്നത് ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന ബിഗ് റിലീസുകൾ ഞാൻ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടിരിക്കുന്നത് ബസൂക്കയും പിന്നെ അതുപോലെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി. ഈ 2 സിനിമകൾ ഏത് സിനിമ ആദ്യം കാണണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴും തീർച്ചയായും. അപ്പോൾ അതിനുശേഷം വീണ്ടും വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു സിനിമ കൂടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു, അതായത് 45. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ ടീസർ നിങ്ങൾ കാണുക. കന്നഡ സിനിമയിൽ നിന്നും ഇനി അടുത്തൊരു പാൻ ഇന്ത്യൻ ഹിറ്റാവട്ടെ. പാൻ ഇന്ത്യൻ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡ കൂടാതെ ഈ ഒരു സിനിമ മറ്റെല്ലാ ഭാഷകളിലും, അതായത് തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലെ ഒരു ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഭാഷകളിലേക്കും ഈ ഒരു സിനിമ റിലീസാക്കാനായിരിക്കും അവരുടെ ഒരു ഉദ്ദേശം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു പാൻ ഇന്ത്യൻ ഹിറ്റായി മാറട്ടെ. ഉപേന്ദ്ര അണ്ണന് കൂടുതലും ഊക്കാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കിട്ടിയിട്ടുള്ളത്, പ്രത്യേകിച്ച് മലയാളികളുടെ ഭാഗത്തു നിന്നും. കാരണം അദ്ദേഹം അത്രയും മോശം സിനിമയായ ഒരു കബ്സ എന്നൊരു സിനിമയിൽ അദ്ദേഹം കൊണ്ടുപോയി തലവയ്ക്കും. അത് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ്. മറ്റ് സംവിധായകരുടെ കീഴിൽ അഭിനയിക്കുമ്പോഴത്തേക്കും പുള്ളി ഒന്നും നോക്കാറില്ല, എല്ലാത്തിലും കൊണ്ടുപോയി തലവയ്ക്കും. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായിട്ട് തന്നെ യു എന്നൊരു സിനിമ റിലീസാവുകയുണ്ടായിരുന്നു. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. കാരണം അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തത് വളരെ
കുറച്ചൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിരുന്ന കുറേ സബ്ജക്റ്റുകളാണ്. അത് ഇന്ന് റിലവൻ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റിലവൻ്റ് ആണ്. കാരണം ജാതി, മതം, ജിയോ പൊളിറ്റിക്സ്. പക്ഷേ ഇത് നമുക്കറിയാം, ഇതൊക്കെ നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു കയറുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡായി തോന്നിപ്പോവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അതും അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്ത ക്യാൻവാസിൽ വ്യത്യസ്ത രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തത്. അത് പല പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലൂടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഒരു മാറട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ളൊരു ഫാൻ ഫോളോയിങ് തെലുഗു സ്റ്റേറ്റ്സിൽ പണ്ട് മുതൽ തന്നെ ഉണ്ട്, 90കളുടെ ആദ്യം മുതൽക്ക് തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ടെറിട്ടറിയാണ് കർണാടകയും സംസ്ഥാനങ്ങൾ, ആന്ധ്ര, തെലങ്കാനയും. അപ്പം ഈ ഒരു സിനിമയിലൂടെയെങ്കിലും വ്യത്യസ്തൊരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഉപേന്ദ്രയുടെ ഒരു ചെറിയൊരു ഫാനെന്ന് ഞാൻ പറയുന്നില്ല, ഒരു അഡ്മിറർ എന്ന് പറയുന്നു. ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞ് പിന്നെ അവസാനം ഉപേന്ദ്രയിലേക്ക് എത്തി എന്ന് എനിക്കറിയാം. പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ അണ്ണനെ പറ്റി പറയുമ്പോഴത്തേക്കും അങ്ങോട്ടങ്ങ് വഴിമാറിപ്പോയി എന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടീസർ നിങ്ങളെല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി.